പ്രൊഡക്റ്റ് മെത്തേഡിൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ. സോ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വിത്ത് ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ തരുന്നത് എന്ന് പറഞ്ഞാൽ യു ഓഫ് ഓക്കെ ഇതിന്റെ സൊല്യൂഷൻ എന്താ കിട്ടുക നമുക്ക് യു ഇസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി അങ്ങനെ കിട്ടുക. യു ഈക്വൽ ടു ഒരു യു ഓഫ് എക്സ് ടി ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ തരുന്നത് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് വേറെ പിന്നെ ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ വൈബ്രേറ്ററി സ്ട്രിങ്ങിന്റെ ഒക്കെ വെച്ചിട്ട് ഫിസിക്സിൽ ഒരു ഡെറിവേഷൻ ഉണ്ട്, നമുക്ക് അത് പഠിക്കാനുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ കിട്ടിയതാണ് യു ഓഫ് എക്സ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, യു ഓഫ് എക്സ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ഇങ്ങനെ പറഞ്ഞാൽ എന്താ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്താ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ പൊസിഷൻ അറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അറ്റ് പൊസിഷൻ എക്സ് ആൻഡ് ടൈം ടി ആണ്. യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫ്ലക്ഷൻ ആണ് അറ്റ് ദ പൊസിഷൻ എക്സ് ടൈം ടി. അങ്ങനെയാണെങ്കിൽ ടൈം സീറോ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പൊസിഷൻ എക്സ് ആണ് ടൈം സീറോ ആവാതെ ഇനീഷ്യൽ കണ്ടീഷൻ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ ആണ് ആര് എഫ് ഓഫ് എക്സ്. ഓക്കെ വേറെ ഒന്നുള്ളത് ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈക്വൽ ടു സീറോ. നോക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? വെലോസിറ്റി അല്ലേ? സോ ദിസ് ഈസ് വെലോസിറ്റി അറ്റ് ടൈം സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ജി ഓഫ് എക്സ് ആണ്. ഒക്കെ ഇതിലുണ്ട്. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ദിസ് ഈസ് വേവ് ഇക്വേഷൻ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് ഇത് രണ്ടും 2 3. ഇനി ബൗണ്ടറി കണ്ടീഷൻ രണ്ടെണ്ണം കൂടി ഉണ്ട്. ബൗണ്ടറി കണ്ടീഷനും ഉണ്ട് രണ്ടെണ്ണം. കാരണം ഇവിടെ ഓക്കെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ വരുന്നത് യു ഓഫ് 0t is equal to 0 and u of lt equal to 0. അപ്പൊ ഞാൻ ഇതിന്റെ ഡെറിവേഷനിലേക്ക് കടക്കുന്നില്ല. എന്തിന്റെ എങ്ങനെയാണ് വന്നത്? ഒരു സ്ട്രിങ് ഇങ്ങനെ അതാക്കിട്ട് ഓരോ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ ആണ് ആക്കുന്നത്. അപ്പൊ സീറോയിലും എല്ലും എൽ ലെങ്ത് ഉള്ള ഒരു റോഡാണിത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് അറ്റത്ത് എക്സ് സീറോ ആകും. ഇനീഷ്യൽ പൊസിഷനിലെ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ സീറോ ആണ്. എൽ എന്ന പോയിന്റിലെ ഫൈനൽ ഡിഫ്ലക്ഷനും സീറോ ആണ്. ഇത് രണ്ടാണ് ബൗണ്ടറി കണ്ടീഷൻ. രണ്ട് അറ്റത്ത് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഈ ഇടത്തെ സൈഡിലും ഇടത്തെ അറ്റത്തും വലത്തെ ബൗണ്ടറിയിലും യു ഓഫ് 0 ടി യു ഓഫ് എൽ ടിയും സീറോ ആണ്. ഇതിനാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കുന്നത്. 4. സോ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 1 2 3 4 അടങ്ങിയതാണ്. 1 എന്ന ഇക്വേഷൻ വിത്ത് അതിലെ സിയുടെ വില കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഇനീഷ്യൽ ആൻഡ് നിങ്ങൾ ഒഡിയിൽ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് y' 0 y0 ഒക്കെ തരുന്നത് അല്ലെ? അതേമാതിരി ഇവിടെ നമുക്ക് യു ഓഫ് എക്സ് 0 ഇവിടെ f x ഡോ ബൈ ഡോ ടി ഈക്വൽ 0 g of x u of 0 t equal 0 u of l t equal 0. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്. ഇനി ഇതിന്റെ സൊല്യൂഷൻ കാണണം. ഓക്കെ സൊല്യൂഷൻ. അപ്പൊ ആദ്യം ഞാൻ ഒരു ലൈൻ വേണം എഴുതാം. നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡ് എന്താ? ലെറ്റ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു യു ഓഫ് എക്സ് ടി ആണ് സൊല്യൂഷൻ. ലെറ്റ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു a function depending only on x capital F of x and a function depending only on t g of t be the solution of the wave equation. Wave equation the solution ആണ് u of x t equal to f of x into g of t. Okay, wave equation 1 ന്റെ സൊല്യൂഷൻ ആണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ട് അതിനെ കൂടി നന്നാക്കിയിട്ടുണ്ട്. പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് എന്താ ജനറൽ സൊല്യൂഷൻ ആണ് കിട്ടുക. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ജനറൽ സൊല്യൂഷൻ ആണ് കിട്ടുക. അതിൽ ഉണ്ടാവും കുറെ കോൺസ്റ്റന്റുകൾ ഉണ്ടാവും. bn സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോൺസ്റ്റന്റുകൾ ഉണ്ടാവും. അത് കണ്ടെത്താനാണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഒക്കെ തരുന്നത്. അപ്പൊ എന്താവും ജനറൽ സൊല്യൂഷൻ എന്തായി മാറും? പർട്ടിക്കുലർ സൊല്യൂഷൻ ആവും. ഒറ്റ സൊല്യൂഷനായി മാറും. ഇനീഷ്യൽ കണ്ടീഷൻ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നമ്മൾ പുതിയ പേജ് എടുക്കുക. സോ എന്താ കിട്ടിയത്? u ഈക്വൽ ടു എന്താണ്? f of x into g of t. നമ്മൾ മനസ്സിലുണ്ടായാൽ മതി g is a function of t only and f is a function of x only. So നമുക്ക് സിംപ്ലി u equal to f g മനസ്സിൽ വിചാരിക്കാം. Now നമ്മുടെ ഡോ സ്ക്വയർ u by ഡോ t സ്ക്വയർ കാണണമല്ലോ. അതിനു വേണ്ടി ഡോ u by ഡോ t ആദ്യം ഒന്ന് കാണാം. ഡോ u by ഡോ t ഒന്ന് കണ്ടാൽ എന്താ വരിക? ഓക്കേ ഡോ u by ഡോ t കണ്ടാൽ എന്താ ഡോ u by ഡോ t പറഞ്ഞോ? ഡോ u by ഡോ t f അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? f of x അങ്ങനെ തന്നെ ഉണ്ടാവും. g of t ന്റെ ഡെറിവേറ്റീവ് ആ ഒരു g dot t എന്ന് വിളിക്കാം. നമുക്ക് g dot സിംപ്ലി എഴുതാം. അതേമാതിരി തന്നെ ഡോ സ്ക്വയർ u by ഡോ t സ്ക്വയർ എന്താ വരിക? f അങ്ങനെ തന്നെ നിൽക്കും. g ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. g dot നെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ g ഡബിൾ ഡോട്ട് ആവും അല്ലേ? ഇനി വേറെ ഒന്ന് ഡോ u by ഡോ x ആണ് അല്ലേ? ഡോ u by ഡോ x എന്താ വരിക? f dash of x into g. g ക്ക് മാറ്റം ഉണ്ടാവില്ല. f dash of x നെ നമുക്ക് സിംപ്ലി f dash എന്ന് എഴുതാം. f dash into g.
Now dou square u by dou x square. F double dash of x into g. G ക്ക് മാറ്റം വരില്ല കാരണം g is a function of t only, so it is a constant with respect to x. Therefore g ആയിട്ട് തന്നെ നിൽക്കും. f of x f dash ആവും, f double dash ആവും. ഇനി ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? അടുത്ത വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? 1 എന്തായിരുന്നു? 1 വരുന്ന dou square u by dou t square is equal to c square into dou square u by dou x square ആണ്. അപ്പോ നമുക്കറിയാം dou square u by dou ഇത് കിട്ടിയത് fg double dot അല്ലേ? fg double dot is equal to, therefore fg double dot is equal to c square into f double dash g. Throughout നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? throughout ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ c square f g കൊണ്ട് throughout ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ f ഉം ക്യാൻസൽ ആയി പോകും. g double dot ഹരിക്കണം c square g സമം ഇവിടെ c square ഉം g ഉം കട്ടായി പോകും f double dash by f അല്ലേ? ഓക്കെ. നൗ ഇനി നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രൊഡക്റ്റ് മെത്തേഡ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ഓൺലി. ജി ഡബിൾ ഡോട്ടിൽ ഫംഗ്ഷൻ ഓഫ് ടി മാത്രമേ ഉള്ളൂ, ജിയിൽ ഫംഗ്ഷൻ ഓഫ് ടി ഉള്ളൂ. ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, എഫ് ഡബിൾ ഡാഷിൽ ഇവിടെ എക്സ് ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് RHS is a function of x only and LHS is a function of t only. അങ്ങനെയാണെങ്കിൽ ടി വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇടത്തെ ഭാഗം മാറും, എന്നാൽ വലത്തെ ഭാഗത്തിന് മാറ്റം വരുമോ? വലത്തെ ഭാഗം ടീനെ അറിയേ പോലും ഇല്ല. സോ വലത്തെ ഭാഗം മാറില്ല. എക്സ് മാറുന്നതിനനുസരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡ് മാറും, പക്ഷെ ഇടത്തെ സൈഡിന് മാറ്റം വരില്ല. എന്നിട്ടും ഇവർ ഈക്വൽ ആവണമെങ്കിൽ ഒരു ഒറ്റ കോമഡിയേ ഉള്ളൂ. എന്താവണം? ഒരു കോൺസ്റ്റന്റ് ആവണം. ഓക്കെ. therefore they must be equal to a constant k. say നമ്മൾ വിളിക്കുന്നു, നമ്മളൊരു പേര് വിളിക്കുന്നു k. therefore ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതുക. എന്താ എഴുതാൻ പറ്റുക? g double dot by c square g സമം f double dash by f സമം k. ഇതാണ് കിട്ടുക. ഓക്കെ. g double dot by c square is equal to f double dash by f is equal to k എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് ഉണ്ടാക്കിയ രണ്ട് ഇക്വേഷൻ, ഇതിൽ നിന്ന് ഞാൻ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കണം. ആദ്യം എനിക്ക് ഉണ്ടാക്കാം f double dash is equal to kf എന്ന് കിട്ടും. അല്ല, ഇവിടെ ഞാൻ ചെറുതാക്കി ഇവിടെ എഴുതാം. f double dash is equal to kf. അതിൽ നിന്ന് എനിക്ക് കിട്ടും f double dash minus kf സമം 0. അല്ലേ? f double dash minus kf is equal to 0. ഇക്വേഷൻ നമ്പർ എത്ര? നമ്മൾ നേരത്തെ എത്ര ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചത്? 4 ഉണ്ടാക്കിയില്ലേ? അഞ്ചാമത്തെ ഇക്വേഷൻ ആണ് ആര്? ഇത്. അപ്പൊ അഞ്ചാരാ? അടുത്ത പേജ് f double dash minus kf is equal to 0. ഇക്വേഷൻ നമ്പർ 5. ഇനി നോക്ക്, ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? g double dot minus k c square g is equal to 0 എന്ന് ഉണ്ടാക്കാം. ഓക്കെ. ഇതാണ് g double dot minus k c square g equal to 0. ഇക്വേഷൻ നമ്പർ 6. ഇനി നമുക്ക് 5 ഉം 6 ഉം സോൾവ് ചെയ്താൽ നമുക്ക് ഉത്തരമായി. 5 ഉം 6 ഉം സോൾവ് ചെയ്താൽ മതി. 5 ഉം 6 ഉം സോൾവ് ചെയ്യുക. 5 സോൾവ് ചെയ്താൽ f ന്റെ വില കിട്ടും, 6 സോൾവ് ചെയ്താൽ g യുടെ വില കിട്ടും. fg എന്ന് എഴുതിയാൽ ആൻസർ ആയി. പിന്നെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യണം അതിലെ കോൺസ്റ്റന്റിനെ കണ്ടെത്താൻ. Now we first solve 5. Equation number 5 നെ നമ്മൾ ആദ്യം സോൾവ് ചെയ്യും. f double dash minus kf. For that case 1 ഇവിടെ മൂന്ന് കേസ് നമ്മൾ എടുക്കുന്നു. നമുക്ക് f double dash minus kf equal to 0 ൽ k എന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട്. അതിന് മൂന്ന് പോസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെ? ഒന്നുകിൽ അയാൾ 0 ആവാം, ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി, ഒന്നുകിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. 0 പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇവിടെ നമ്മൾ കിട്ടും, ഞാൻ അതിന്റെ ഔട്ട്ലൈൻ പറയാണ്. 0 നമുക്ക് f 0 ആയി പോകും. ഇനീഷ്യൽ കണ്ടീഷൻ കൂടി നമ്മൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ f 0 ആയി പോകും. f 0 ആയാൽ f into g 0 ആയി പോകും. അല്ലെ? f 0 ആയാൽ പ്രൊഡക്റ്റ് 0 ആയില്ലേ? f into g എന്ന് പറഞ്ഞാൽ u 0 ആയി പോകും. u 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? u 0 എന്ന് പറഞ്ഞാൽ 0 സൊല്യൂഷൻ. വേവ് ഇക്വേഷൻ 0 ആണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താല്പര്യമില്ലാത്ത, വി ഹാവ് നോ ഇൻട്രസ്റ്റ്. അല്ലെ? ട്രിവിയൽ സൊല്യൂഷൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് എന്താ മെച്ചമുണ്ടോ? ഇല്ല. 0 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേവ് ഇക്വേഷന് രണ്ട് സൈഡിലും f ന് 0 യുക്ക് 0 കൊടുത്താൽ എന്തായാലും സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല. നമുക്ക് നോൺ സീറോ സൊല്യൂഷനിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ k 0 ആവുമ്പോ ഇതിന് f 0 ആയി ഞാൻ തെളിയിക്കും. f 0 ആണെങ്കിൽ ഞാൻ തെളിയിക്കും. അപ്പൊ u 0 ആയി പോകും. ഇറ്റ് ഈസ് ഓഫ് നോ ഇൻട്രസ്റ്റ്. അപ്പൊ ആ കേസേ നമുക്ക് വലിയ കാര്യമില്ല, ഞാൻ ചെയ്യാൻ പോണ്. പിന്നെ ഞാൻ കേസ് 2 എടുക്കും, k പോസിറ്റീവ് എടുക്കും.
കെ പോസിറ്റീവ് ആവുമ്പോൾ കെ ഒരു മ്യൂ സ്ക്വയർ എഴുതാം. പക്ഷെ അപ്പോഴും നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും എഫും യു ഒക്കെ 0. അപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ മൂന്നാമത്തെ കേസിലാണ് നമുക്ക് നല്ലൊരു എഫിനെ കിട്ടുക. അതെന്താ? കെ നെഗറ്റീവ് ആവുമ്പോൾ ഇവിടെ നല്ലൊരു ഇക്വേഷൻ കിട്ടും. നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് പോകും, അതിന്റെ സൊല്യൂഷൻ കിട്ടും. നല്ലത് നമ്മൾ ചെയ്ത് നോക്കാം. കേസ് 1 k = 0. അപ്പൊ ഇക്വേഷൻ നമ്പർ 5 എന്താവുമല്ലോ? 5 becomes പറഞ്ഞോ 5 becomes f double dash equal to 0 അല്ലേ? ഇത് പൂജ്യമായില്ലേ? f double dash equal to 0 ആയില്ലേ? അതിന്റെ അർത്ഥം f dash എന്താ? therefore f dash is equal to ഇവിടെ ഡബിൾ ഡാഷിന് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടാൻ ഒരു വട്ടം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 dx പ്ലസ് കോൺസ്റ്റന്റ് അല്ലേ? ഇന്റഗ്രൽ 0 dx ഒരു കോൺസ്റ്റന്റിനെ നമുക്ക് a എന്ന് വിളിക്കാം. സോ f dash is equal to എന്തെന്ന് കിട്ടും? a എന്ന് കിട്ടും. Now വീണ്ടും therefore f is equal to f എന്താ കിട്ടുക? ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ a dx പ്ലസ് ഒരു കോൺസ്റ്റന്റ് b. സോ ആൻസർ ഈസ് ax plus b. f is equal to x plus b. നമുക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് f equal to 2x minus 10. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആരാ? f dash equal to f double dash equal to 0. സോ f double dash equal to 0 എന്ന ഈ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ആരാ? ഒരു പോളിനോമിയൽ ആ x equal to b. ഓക്കേ, ഇങ്ങനെ കിട്ടി. f equal to x plus b എന്ന് കിട്ടി. f equal to ax plus b എന്ന് കിട്ടി. എന്താ കിട്ടിയത്? f equal to ax plus b. ഇനി ഞാൻ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ്. എന്തൊക്കെയാണ് ബൗണ്ടറി കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിരുന്നത്? u of 0t equal to 0 and u of lt equal to 0. therefore the u of 0t എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? x ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. x ന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ എന്താ വരിക? a into 0 plus b അല്ലേ? ഒരു മിനിറ്റ്, അതിന് മുന്നേ u of 0t എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം u of 0t എന്ന് പറഞ്ഞാൽ f of 0 into g of t ആണ്. ശരിയല്ലേ? f of xt എന്താ? f of x into g of t അല്ലേ? f of 0 എന്താ? f of 0 എന്ന് പറഞ്ഞാൽ f of x ആണ്. ഇവിടെ f of x is x plus b എന്നാണ്. f of 0 a into 0 plus b, that is b. ഇത് b അല്ലേ? b into g of t എന്ന് വരും. So u of 0, therefore u of 0t equal to 0 implies b into g of t equal to 0. If g of t is identically 0, ആയാൽ u identically 0. ഇത് identically 0 എന്ന് പറഞ്ഞാൽ u 90% t യിലും g 0 ആണെങ്കിൽ g എന്ന ഫംഗ്ഷൻ 0 ഫംഗ്ഷൻ ആയാൽ u ഉം 0 ഫംഗ്ഷൻ ആയി പോകും. കാരണം u equal to g അല്ലേ? g 0 ഫംഗ്ഷൻ ആയാൽ u ഉം 0 ഫംഗ്ഷൻ ആയി പോകും. നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? we have no interest on that solution. so g എന്താ കേസേ നമ്മൾ എടുക്കുന്നുള്ളൂ? g നോൺ സീറോ എടുക്കുന്നുള്ളൂ. if g is identically 0, u is identically 0, which is of no interest. നമുക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ therefore നമ്മൾ എടുക്കുന്നു എന്ത്? we take g of t not identically 0. g of t 0 അല്ലാതെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ b ന്റെ g of t 0, അതിൽ g of t 0 അല്ലെങ്കിൽ പിന്നെ b എന്താവണം? therefore then b ന്റെ വില എന്തായിരിക്കും? ഇതിന്റെ പ്രൊഡക്റ്റ് 0, അതിൽ g ആണെങ്കിൽ 0 അല്ല. അപ്പോൾ പിന്നെ ആര് 0 ആവണം? b 0 ആവണം. then b equal to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? f of 0 equal, അപ്പോൾ നമുക്ക് f എന്താ കിട്ടുക? therefore f is equal to എന്ത് കിട്ടും? x കിട്ടും. f equal to x കിട്ടും. ഈ 0 ആയി പോയില്ലേ? f equal to x കിട്ടും. now u of lt equal to 0 implies, now അടുത്ത പേജ്, u of lt equal to 0 implies f of l into g of t is equal to 0. g of t 0 അല്ല, അതിന്റെ അർത്ഥം f of l എന്താവണം? 0 ആവണം. which implies എന്താ? f of l x plus b ൽ x ന് l കൊടുക്കുക. al plus b equal to 0. sorry, al plus b is equal to 0. al plus b equal to 0. now b എന്താണ്? 0 അല്ലേ? so al equal to 0. now l എന്ന് പറഞ്ഞാൽ എന്താണ്? l എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ്. അത് ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് a should be 0. therefore a യും 0 ആയി, b യും 0 ആയാൽ x plus b കംപ്ലീറ്റ് 0 ആയി. therefore f എന്തായി പോയി? 0. therefore u എന്തായി പോയി? f 0 ആയാൽ u എന്താ? f 0 ആയാൽ u f g ആണ്. so u is identically 0, which is of no interest. എപ്പോഴാണ് ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത റിസൾട്ട് കിട്ടിയത്? k 0 എടുത്തപ്പോ നമ്മൾ എത്തി
B0 ആദ്യം കിട്ടി, A0 പിന്നെ കിട്ടി, അതിന്റെ അകത്ത് F0 ആയിപ്പോയി. F0 ആയാൽ U0 ആവുമെന്ന് നമുക്ക് കാര്യമില്ല. സോ ഫസ്റ്റ് കേസായ K0 എന്ന കേസ് കൊണ്ട് ഒരു കാര്യമില്ലാന്ന് കിട്ടി.